Hi students, Appleby Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നമ്മൾ എപ്പോഴും ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിലെ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക അത് മനസ്സിലാക്കി വേണം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാനായിട്ട്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ട് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഈ തരത്തിലുള്ള ഏരിയയിൽ നിന്ന് നമുക്കൊരു ജനറൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആൻഡ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനാണ്. സോ നിങ്ങൾ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും, സ്ഥിരമായിട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഓരോ തവണയും ചോദിക്കുന്ന തിയറീസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ലൈക്ക് ഒരു തവണ നെറ്റ് ഇൻകം ആണെങ്കിൽ നെക്സ്റ്റ് ടൈം നെറ്റ് ഓപ്പറേറ്റിംഗ് ആയിരിക്കാം, പിന്നീട് ട്രഡീഷണൽ ആയിരിക്കാം, അപ്രോച്ച് ആയിരിക്കും. സോ അങ്ങനെ മാറി മാറിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ബട്ട് റെഗുലർലി എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ആ അപ്രോച്ചസ് അല്ലെങ്കിൽ തിയറീസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് വന്നാൽ തന്നെയും ഇവിടെ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അസംഷൻസ് ആണ്. സോ നിങ്ങൾ ഏത് തിയറീസ് പഠിക്കുമ്പോഴും അതിൻ്റെ അസംഷൻസ് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടുതലും കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നെ പറയാം. ഇത് December 2023 നമ്മളോട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് റിലേറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല അസംഷൻസ് കാണാം. ആൻഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെ അസംഷൻസിൻ്റെ കീഴിൽ വരുന്നത് ഇതിലേതൊക്കെ. ആൻഡ് ഇത് ഒരു കോമ്പിനേഷനാണ് അല്ലേ, അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് വരികയാണ് വേണ്ടത്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പഠിക്കാമെന്ന് നോക്കാം. സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തിയറീസ് അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ ആൻഡ് മോഡിംഗ്ലാനി മില്ലർ അപ്രോച്ച്. ഇത്രയുമാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ്, ട്രഡീഷണൽ ആൻഡ് മോഡിംഗ്ലാനി, ഇതിൽ ഓരോ അപ്രോച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നതിൽ പരിമിതിയുണ്ട്. സോ നമ്മളിപ്പോൾ കണ്ട December 2023 ക്വസ്റ്റ്യനിൽ നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ബാക്കിയുള്ള അപ്രോച്ചസിൽ നിന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ നമുക്ക് കിട്ടും. സോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചിൽ എന്ത് നിങ്ങൾ പഠിക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം പറയുന്നത് എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് വാല്യൂ ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച്. സോ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അഫക്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ പറയും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് ആർ റിലവൻ്റ് എന്ന് പറയും. അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ദേ ആർ ഇറലവൻ്റ് ഓർ നോട്ട് റിലവൻ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നത് വിച്ച് ഇസ് നോട്ട് റിലവൻറ്റ്, റിലവൻ്റ് അല്ല അല്ലെങ്കിൽ ഇറിലവൻ്റ് ആണെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാലും അത് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ ഫേമിൻ്റെ വാല്യൂവിനെയോ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. Change in capital structure of a company does not affect the market value of the firm and overall cost of capital remain constant irrespective of method of ഫിനാൻസിങ്. സോ നിങ്ങൾ ഡെറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇക്വിറ്റി യൂസ് ചെയ്തോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ ഫണ്ട് റേസ് ചെയ്തോ ഇവിടെ പ്രത്യേകിച്ച് അത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഡേവിഡ് ഡുറന്റ് ആണ്. ആൻഡ് ഈ അപ്രോച്ചിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒന്നുമില്ല. എല്ലാ ഫേമും എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവർക്ക് ഏറ്റവും ഒപ്റ്റിമൽ ആണ് എന്ന് അവർ വിശ്വസിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കും അവർ ഫോളോ ചെയ്യുക. അതല്ലാതെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് ദർ ഇസ് എൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനൊന്നും സാധിക്കില്ല. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ചോദിക്കാം ഇങ്ങനെ പറയുന്നത് ഏത് അപ്രോച്ചിലാണെന്നൊക്കെ. സോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് ആസ് ഐ ഓൾറെഡി മെൻഷൻ ഇത് ഇറിലവൻറ്റ് അപ്രോച്ചാണ്. ഇനി നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത് എന്താണ്, അസംഷൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So the market capitalizes the value of the firm as a whole and therefore the split between debt and equity is not relevant. അപ്പോൾ നമ്മൾ മൊത്തത്തോടെ എത്ര ഫണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ ഡെറ്റ് ഇത്ര ഇക്വിറ്റി ഇത്ര അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി
ഏത് ലെവൽ ഓഫ് ഡെറ്റ് ഇക്വിറ്റി മിക്സ്, അതായത് ഡെറ്റ് നിങ്ങൾ ഒരു 50%, ഇക്വിറ്റി 50% എടുത്തു, അല്ലെങ്കിൽ ഡെറ്റ് ഒരു 60%, ഇക്വിറ്റി ഒരു 40% എടുത്തു, അങ്ങനെ നിങ്ങൾ ഏതൊരു ഫോമിൽ പോയാലും ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. കോസ്റ്റ് ഓഫ് ഡെറ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും, ഇത് പല തിയറീസിൻ്റെ അസംഷൻസ് പഠിക്കുമ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് മാറിപ്പോകരുത്, വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകണം കേട്ടോ. സോ കോസ്റ്റ് ഓഫ് ഡെറ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു. ആൻഡ് ഇൻക്രീസ് യൂസ് ഓഫ് ഡെറ്റ് ഇൻക്രീസസ് ദ ഫൈനാൻഷ്യൽ റിസ്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹെൻസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ്. അതായത് കൂടുതലായിട്ട് നമ്മൾ ഡെറ്റ് ഫണ്ട്സുകൾ എടുത്ത് വെക്കുമ്പോൾ, ഡെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ തിരിച്ചവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ. അപ്പോൾ കൂടുതൽ ഡെറ്റ് ഫണ്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൂടും? റിസ്ക് കൂടും എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് കൊടുത്തിട്ടുള്ളതേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് വരുന്നുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ബാധ്യത ശരിക്കും പറഞ്ഞാൽ അവിടെ കൂടുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ കൂടുതൽ ഡെറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഫൈനാൻഷ്യൽ റിസ്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഡെറ്റ് കോസ്റ്റ് കുറവ് ഏതിനായിരിക്കും? ഉറപ്പായിട്ടും കോസ്റ്റ് കുറവ് ഡെറ്റിനാണ്. ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സ്. ഇവിടെ ടാക്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടില്ല. ടാക്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് രണ്ടും കോൺസ്റ്റന്റ് ആണ് അല്ലേ. ആ ലൈൻ രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്ന കാണാം. പക്ഷേ ഡെറ്റിന്റെ പ്രൊപ്പോർഷൻ കൂടുന്തോറും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കിയേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഡെറ്റ് ഒരു ചീപ്പർ സോഴ്സ്, അതായത് നമ്മൾ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അസംഷനിൽ പറഞ്ഞു ഡെറ്റിനാണ് കോസ്റ്റ് കുറവ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാത്തത് എന്നുള്ളതൊരു ക്വസ്റ്റൻ അല്ലേ. സോ ആ ക്വസ്റ്റനുള്ള റീസൺ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ട് ഡെറ്റ് എടുത്ത് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് സംഭവിക്കും? അവരുടെ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുമെന്നുള്ളത്. ഓക്കെ, ഈ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുമ്പോൾ, അതായത് നിങ്ങൾ ഇപ്പം നമ്മുടെ പെർസ്പെക്റ്റീവിലാണെങ്കിലും ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എപ്പോഴും കൂടുതൽ റിസ്ക് എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയെ പ്രതീക്ഷിച്ചാണ്. സോ ഓട്ടോമാറ്റിക്കലി റിസ്ക് കൂടുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? കൂടുതൽ റിട്ടേൺ ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യം വരും. മനസ്സിലായോ? അതായത് ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്, സോ റിസ്കിനനുസരിച്ചുള്ള റിട്ടേൺ ഞങ്ങൾക്ക് വേണം. സോ ഇവിടെ ഫൈനാൻഷ്യൽ റിസ്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ അവർ പ്രതീക്ഷിക്കും. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടുന്ന റിട്ടേൺ ആണ്. അതവിടെ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ഓക്കെ, ഡെറ്റ് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. Value of the firm remain insensitive to leverage. This is because increased use of debt increases the financial risk of equity shareholders and cost of equity increases. അപ്പോൾ ഇവിടെ പറയുന്നത് അത് പ്രത്യേകിച്ച് അതുകൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല. നിങ്ങൾ ഡെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാറ്റം വരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ട് ഡെറ്റ് ഫണ്ട്സുകൾ യൂസ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ റിസ്ക് കൂടും. ഓക്കെ, അപ്പോൾ ഈ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് കൊടുക്കേണ്ടുന്ന റിട്ടേണിലും ഇൻക്രീസ് വരും. സോ ആ ഒരു സെൻസിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും ഡെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കാരണം ഡെറ്റ് കമ്പാരിറ്റീവ്ലി ചീപ്പർ ആയതുകൊണ്ട്, ഇക്വിറ്റിയിലും ചീപ്പർ ആയതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ഡെറ്റ് കൂടുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക്കും ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടും. അപ്പോൾ ഡെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തോ അത് അതേപോലെ നമ്മൾ ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കിട്ടി, നമുക്കത് അപ്പോൾ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നു. സോ അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഡെറ്റ് യൂസ് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് കിട്ടും, പക്ഷേ ഇവിടെ കൂടുതൽ റിസ്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എടുക്കുമ്പോൾ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ബെനിഫിറ്റ് കിട്ടിയാലും അത് അപ്പോൾ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ കൊടുക്കേണ്ടി വരുന്ന വഴി അത് നമുക്ക് ആ ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പം മൊത്തത്തോടെ നോക്കുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഡെറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞെങ്കിൽ അതേസമയം ഇക്വിറ്റിയുടെ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ റിട്ടേൺ കൊടുക്കേണ്ടി വരുമ്പോൾ ആ കോസ്റ്റ് പിന്നെയും കൂടും. സോ ദർ ഇസ് നോ ബെനിഫിറ്റ്. അതിങ്ങനെ ഓഫ്സെറ്റ് ആയി പോകും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ദാറ്റ് ഇസ് ഡെറ്റ് ഇസ് എക്സാക്ട്ലി ഓഫ്സെറ്റ് ബൈ ദ
ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. സോ നമ്മൾ ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുകയും ഫേമിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ സിറ്റുവേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ ഇട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വാല്യൂ ഓഫ് ദി ഫേം കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെയുള്ള ഇക്വേഷൻ എബിറ്റ് ബൈ KO ആണ്. S is equal to V minus D. S എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, V is about value of firm, D is about value of debenture. So cost of equity കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എബിറ്റ് മൈനസ് I ഡിവൈഡഡ് ബൈ V മൈനസ് D. സോ നിങ്ങൾ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഞാൻ ഒരു ക്വസ്റ്റൻസ് ഇട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പറയാം. എ കമ്പനി എക്സ്പെക്ട്സ് എ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓഫ് 1,50,000. It has 8,06% debentures. The overall capitalization rate is 10%. Calculate the value of the firm and equity capitalization rate according to net operating income approach. അപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിലെ മാത്രം ഇൻഫർമേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം നോക്കാം. സോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം is same as EBIT. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫേമിൻ്റെ വാല്യൂ ആണ്. ഇക്വേഷൻ എന്താണ്? എബിറ്റ് ബൈ KO. എബിറ്റ് നമുക്ക് ക്വസ്റ്റനിലുണ്ട് വിച്ച് ഇസ് 1,50,000. KO എന്ന് ഉദ്ദേശിക്കുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, വിച്ച് ഇസ് 10%. സോ 1 lakh ബൈ 10% ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം കിട്ടി, വിച്ച് ഇസ് 15 lakhs. സോ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. ഡെറ്റ് D എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാല്യൂ ഓഫ് ഡെറ്റ് ആണ്, വാല്യൂ ഓഫ് ഡിബഞ്ചർ വിച്ച് ഇസ് 8 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ എന്ന് തന്നിട്ടുണ്ട്. സോ 8 ലക്ഷം രൂപ തന്നെയാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? V മൈനസ് D. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. സോ 15 ലക്ഷം മൈനസ് 8 ലക്ഷം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും? 7 ലക്ഷം വരും. നൗ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കണം. എബിറ്റ് മൈനസ് I ഡിവൈഡഡ് ബൈ V മൈനസ് D. എബിറ്റ് 1,50,000 മൈനസ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 8 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഉണ്ട്, ഇൻട്രസ്റ്റ് 6%. സോ 8 lakh ഇൻറ്റു 6% ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 ഇൻറ്റു 6 വിച്ച് ഇസ് 48. സോ എത്ര വരും? 48,000 വരും. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ്. ഡിവൈഡഡ് ബൈ V മൈനസ് D. V മൈനസ് D നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ലേ? 7 lakh ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 14.57 കിട്ടും. സോ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് ചോദിച്ചാൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഡിബഞ്ചർ ഡെറ്റ് ഇസ് ഇൻക്രീസ് ടു 10 lakh, വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്? സോ 10 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷം ആയിരുന്നു നമ്മുടെ ഡിബഞ്ചർ. ഇപ്പോൾ അത് 10 ലക്ഷം ആവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫേമിൻ്റെ വാല്യൂ? ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും നോക്കാതെ പറയാം, ഓൾറെഡി ഇത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ പഠിച്ച നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അനുസരിച്ചിട്ടാണെങ്കിൽ ഡെറ്റ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് വരുമ്പോൾ ഫേമിൻ്റെ വാല്യൂവിൽ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ 8 എന്നുള്ളത് 10 ആകുമ്പോഴും എന്ത് വരാൻ പാടില്ല? ഫേമിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഇതേ 15 lakh തന്നെയായിരിക്കണം നമുക്ക് കിട്ടേണ്ടുന്നത് എന്നുള്ളതാണ്. സോ ലെറ്റ് സി. V is equal to EBIT by KO. EBIT എത്രയാണ്? 1,50,000 ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലും ചേഞ്ച് ഒന്നും വരുന്നില്ല, വിച്ച് ഇസ് 10%. എഗെയിൻ നിങ്ങൾക്ക് കിട്ടിയത് എത്ര തന്നെയാണ്? 15 lakh തന്നെയാണ്. സോ ഫേമിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ? ഇല്ല. ഇനി ഒരു ക്വസ്റ്റനും കൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്താ അത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെ കുറിച്ച് കൂടി നമ്മൾ പറയണം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എബിറ്റ് മൈനസ് I ഡിവൈഡഡ് ബൈ V മൈനസ് D ആണ്. സോ എബിറ്റ് മൈനസ് I, ഇവിടെ ഇൻട്രസ്റ്റിൽ ചേഞ്ച് വരും. എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം ചെയ്ത സിറ്റുവേഷനിൽ ഡെറ്റ് എന്ന് പറയുന്നത് 8 ലക്ഷമായിരുന്നു, ഇപ്പോൾ അത് 10 ലക്ഷമായിട്ടുണ്ട്. സോ 10 ലക്ഷത്തിൻ്റെ 6% വെച്ച് വരുമ്പോൾ നമുക്ക് എത്ര വരും? 60,000 രൂപയായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. ആൻഡ് V മൈനസ് D 15 lakh മൈനസ് 10 lakh. ഇവിടെ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്ര വന്നു എന്ന് നോക്കിയേ? 18%. സോ സീ ദ ഡിഫറൻസ്. ഡിബഞ്ചർ 8 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം ആയപ്പോഴും ഫേമിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, ഒരു മാറ്റവും വരത്തില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും 10% തന്നെയായിരുന്നു നമ്മൾ 2 സിറ്റുവേഷനിൽ ചെയ്തത്. അവിടെയും യാതൊരുവിധ വ്യത്യാസവും വരില്ല. വ്യത്യാസം പിന്നെ വരുന്നത് എവിടെയാണ്? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ. 8 ലക്ഷം ആയിരുന്നപ്പോൾ 14.57 ആയിരുന്നു, പക്ഷെ അത് 10 ലക്ഷം ആയപ്പോൾ നോക്കിയേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടിയത് കണ്ടോ? സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ന്യൂമറിക്കൽസ് പ്രോബ്ലം നിങ്ങളെ കാണിച്ചത് ഇതെന്താണ് സംഭവിക്കുന്നത്, ന്യൂമറിക്കലി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഈ ഒരു തരത്തിൽ പ്രോബ്ലം ഒക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മളോട് ആകെ പ്രോബ്ലം ചോദിച്ചിരിക്കുന്ന MM അപ്രോച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമേ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്കിത് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം.
ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അസംഷൻസ് ഓഫ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? സോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെ അസംഷൻസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ശരിയല്ലേ? കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ വരണം. അപ്പം നിങ്ങൾ എപ്പോഴും കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഓപ്ഷൻ കൂടി നോക്കി ആൻസർ ചെയ്യണം. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ വരണം. സോ നിങ്ങൾ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കിയാൽ ഇതിൽ ഓപ്ഷൻ സിയിൽ മാത്രം എ എന്ന ഓപ്ഷൻ വരുന്നില്ല. സോ യു ക്യാൻ ആക്ച്വലി എലിമിനേറ്റ് ഓപ്ഷൻ സി. നിങ്ങളുടെ ആൻസർ ഉറപ്പായിട്ടും സി അല്ല. ഇനി നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ 3 ഓപ്ഷനിലും എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ ബി എന്താണെങ്കിലും വരും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ നമുക്ക് വളരെ ഈസിലി എന്ത് ചെയ്യാം? സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദ ബിസിനസ് റിസ്ക് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് എവറി ലെവൽ ഓഫ് ഡെറ്റ് ഇക്വിറ്റി മിക്സ്. ബിസിനസ് റിസ്ക് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ബിസിനസ് റിസ്ക് യെസ്, നമ്മൾ പഠിച്ചതാണ്. ബിസിനസ് റിസ്ക് കോൺസ്റ്റന്റും ഫൈനാൻഷ്യൽ റിസ്ക് വേരി ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ സി എന്ന് പറയുന്ന ഓപ്ഷൻ വരണം അല്ലേ? സി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻ സി വരണം. അപ്പോൾ എയും വരണം, ബിയും വരണം, സിയും വരണം. സോ അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, ബിക്കോസ് അതിൽ സി ഇല്ല. നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് വീണ്ടും നമുക്ക് വരാം. ഇനിയിപ്പോൾ നമുക്ക് 2 സിറ്റുവേഷനേ ഉള്ളൂ. നിങ്ങളിവിടെ ശരിക്കും എന്ത് ഐഡന്റിഫൈ ചെയ്താൽ മതി? ഈ 2 ഓപ്ഷനിലും ഡി ഇല്ല, 2 ഓപ്ഷനിലും സി ഉണ്ട്, 2 ഓപ്ഷനിലും ഡി ഇല്ല. നൗ ഇ ആണ് ഈ 2 ഓപ്ഷൻസിനെ വ്യത്യാസപ്പെടുത്തുന്നത്. സോ നിങ്ങൾ ഈ എന്ന് പറയുന്ന ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ മതി. ഇത് ഫുള്ള് വായിക്കണം എന്നില്ല. നമുക്ക് അതിന് ശേഷം അതിനെ ക്രോസ് ചെക്ക് ചെയ്യാം. ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റന്റ്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ആ സെൻസിൽ നമുക്ക് പറയാം എ ബി സി ഇ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എയും ബിയും നമ്മൾ വായിച്ചു. ബി ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെറ്റ് കോൺസ്റ്റന്റ്, അതും ശരിയാണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് കോൺസ്റ്റന്റ് ആണ്. ദെൻ ബിസിനസ് റിസ്ക് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ശരിക്കും ഈ പോയിന്റ് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് ശരിയാണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിനേക്കാളും കുറവാണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് അങ്ങനെ ഒന്നും ചൂസ് ചെയ്യാനില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ആൻസറിൽ ഡി ഇല്ലാതെ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ആൻസർ എല്ലാം പിക്ക് ചെയ്തിട്ട് അപ്പുറത്ത് പോയി കോമ്പിനേഷൻ ഓപ്ഷനിൽ നോക്കിയാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഡി ഇല്ലല്ലോ, അപ്പോൾ ഓപ്ഷൻ തെറ്റായിരിക്കില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫോമിൽ ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരത്തില്ല, നമുക്ക് ടൈമും സേവ് ചെയ്യാം. ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റന്റ്. സോ എനിവേ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ഡി. ഇനി ജൂൺ 2024 നമ്മളോട് ഇതേ ടോപ്പിക്കിൽ നിന്ന് നെറ്റ് ഇൻകം അപ്രോച്ചിൽ നിന്ന് ഇതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക. സി, ഇതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. സോ ആ എക്സാം കഴിഞ്ഞ് വന്ന എക്സാമിന് അതേ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ മറ്റൊരു തിയറിയിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്. സോ എഗെയിൻ അതും ഒരു കോമ്പിനേഷനാണ്. നമുക്ക് കൃത്യമായിട്ട് ഈ തിയറീസുകൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്ത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മാത്രമാണ്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസിന് ആപ്പിൾ ബി അക്കാഡമി ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതേ ഒരു പാറ്റേണിൽ മറ്റ് അപ്രോച്ചസ് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.